ആണ്. ഈ പ്ലീറ്റ് എടുക്കുന്നതിന് ഒരു അളവുണ്ട്. ആ അളവ് അനുസരിച്ചിട്ട് എത്ര ക്ലോത്ത് വേണം നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇത്ര എൻ്റെ കയ്യിൽ ഇത്ര ക്ലോത്ത് ഉണ്ട്, അല്ലെങ്കിൽ 1 മീറ്റർ ക്ലോത്ത് ഉണ്ട്, നീളത്തിലുള്ള ക്ലോത്ത് ഉണ്ട്, അതിന് ഞാൻ എത്ര പ്ലീറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഇൻടേക്ക് ആയിട്ട് പ്ലീറ്റിന്റെ ഇൻടേക്ക് എന്നല്ല പഠിക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലീറ്റിന് എത്ര ക്ലോത്ത് വേണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ചില ഫ്രോക്കിന് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളി. ഞാനൊന്ന് സ്ക്രീന് ഷെയർ ചെയ്യാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? അതിന്റെ പ്ലീറ്റ് കണ്ടോ? അതിൽ ഓരോ ലെയറും കണ്ടില്ലേ? കുഞ്ഞു പ്ലീറ്റ്. അതിൽ 1 ഇഞ്ചിന്റെ രീതിയിലുള്ള പ്ലീറ്റാണ്. കുറേ പ്ലീറ്റ് ഉണ്ട്, അത് വേറെ വിഷയം. അതിലെ ഒരു പ്ലീറ്റിന്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. ഇതിലെ ഒരു പ്ലീറ്റിന്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, പക്ഷെ പട്ടുപാടൊക്കെ തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞതുപോലെ നോർമൽ എടുത്താൽ മതി. എങ്ങനെ ഒരേ രീതിയിലുള്ള എത്ര ഇഞ്ചാണോ നമ്മൾ എന്താ പറയുക പ്ലീറ്റിന് എത്ര ഇഞ്ചാണോ എടുക്കുന്നത് അത്ര ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള നോർമൽ പ്ലീറ്റ് എടുത്താൽ മതി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് നീളം കൂടി വരുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആ പാവാടയുടെ നീളത്തിനനുസരിച്ച് കൂടുതൽ താഴേക്ക് അകലം വരും. ആ അകലത്തിനനുസരിച്ച് വൃത്തിയായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ ഭംഗി കൂടണമെങ്കിൽ, നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇൻടേക്ക് അല്പം കൂടുതൽ എടുക്കാം. അപ്പോൾ ഒന്നും കൂടി നീറ്റായിട്ട് നമ്മൾ തേച്ച് വൃത്തിയാക്കി വെച്ചാൽ ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടും. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു ഒരു കണക്ക് കൂടി നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ അരവണ്ണം, നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ കുട്ടിയുടെ അരവണ്ണം ഒന്ന് പറയാം. ബോഡിമെന്ന് എടുത്ത അളവ്, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിമെന്ന് കിട്ടിയ ഒരളവ് പറയാം. അരവണ്ണത്തിന്റെ ഭാഗത്ത് 25 ഇഞ്ചോളം വണ്ണം വരുന്നുണ്ട് അരവണ്ണം. അപ്പൊ അതിലേക്ക് എത്ര പ്ലീറ്റ് നമ്മൾ കൊടുക്കണം? 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്ര പ്ലീറ്റ് വരും അവിടെ? 25 വരും, പ്ലസ് തയ്യൽത്തുമ്പ് വേണം. അപ്പോൾ 1 ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 25 റൗണ്ട് ഭാഗത്തേക്ക് 25 പ്ലീറ്റ് വരുന്നുണ്ട്. അപ്പൊ 1/2 ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിലോ, നമ്മൾ ഉടുപ്പിൽ മോഡൽ കണ്ട പോലെ 1/2 ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മൊത്തം എത്ര പ്ലീറ്റ് വരും? 50. അപ്പൊ ആ കണക്ക് കിട്ടി അല്ലെ? നമുക്ക് ആ കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് അരവണ്ണത്തിനനുസരിച്ചിട്ടുള്ള പ്ലീറ്റ് എത്ര എണ്ണം വേണം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം അല്ലെ? അപ്പൊ നിങ്ങൾ എടുക്കുന്നത് 25 പ്ലീറ്റിനും ഓരോ ഇഞ്ച് വീതാണ് ഉള്ളിലേക്ക് ഇൻടേക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 25 എണ്ണം ഫില്ലാകുമ്പോഴേക്കും എത്ര നീളം വേണ്ടി വരും? ആ ഒരു പ്ലീറ്റിന് എത്ര നീളം വേണ്ടി വരും ക്ലോത്ത്? അല്ല, 1 ഇഞ്ചാണ്. 1 ഇഞ്ച് പെട്ടെന്ന് നിങ്ങൾക്ക് കണക്കാക്കുന്നത് 1 ഇഞ്ച്. അപ്പൊ 1 ഇഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 1 ഇഞ്ചിലേക്ക് വരാം. ആദ്യം ഒന്നിന്റെ പറ. 1 ഇഞ്ചാണ് വീതി വരുന്നത്, ഇൻടേക്ക് എടുക്കുന്നതും. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ 1 ഇഞ്ചല്ല ഇൻടേക്ക് എടുക്കുന്നത്, 1 ഇഞ്ചല്ല. നമുക്ക് കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടി, നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻടേക്ക് എടുക്കുന്നത് 1.5 ഇഞ്ച്. ഇവിടുത്തെ വീതി 1 ഇഞ്ച് ആണ്. ഇൻടേക്ക് നമ്മൾ 1.5 ഇഞ്ച് ഇൻടേക്ക് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇൻടേക്ക് നമ്മൾ 1.5 ഇഞ്ചോളം ഇൻടേക്ക്. പ്ലീറ്റിന്റെ അളവാണ് ഇന്നത്തെ മെയിൻ ക്ലാസ് ആയിട്ട്. പ്ലീറ്റ് നിങ്ങൾക്ക് ഇനി തലേന്ന് ഇറങ്ങി പോകാൻ പാടില്ല. ഈ ഫ്രോക്കിനല്ല, എവിടെ പ്ലീറ്റ് വരുന്നുണ്ടെങ്കിലും ഈ ഒരു അളവ് നിങ്ങൾ മറക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. നല്ലൊരു അറിവാണ് കാണിച്ചത്, നന്നായി. ഹാജർ 1/2 ഇഞ്ചാണെങ്കിൽ ബാക്കി പോരട്ടെ.